ദൈവത്തിന് സ്തുതി. രണ്ടായിരത്തി 2015 ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ നേരുവാനാണ് ബലഹീനനായ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. വളരെ സന്തോഷത്തോടെയും എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അഴിമതിയും അക്രമങ്ങളും അത് മുഖാന്തരം സമ്മിശ്രമായ ഒരനുഭവത്തിലാണ് ഇന്ന് ഞാൻ ദേശീയ വാർത്താ സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ ആ മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. പരിശുദ്ധ സഭയുടെ എല്ലാ വാർത്തകളും അതിൻ്റെ പ്രാധാന്യം കണ്ടുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന എല്ലാ പത്രമാധ്യമങ്ങളോടും പ്രത്യേകിച്ച് ടെലിവിഷൻ വഴി നടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളോടും ഏറെ സഭ കടപ്പെട്ടിരിക്കുന്നു. നന്ദിയോടെ ഓർക്കുന്നു. ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന സകല കുഞ്ഞുങ്ങളും മരിച്ചു പോകുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സംഭവങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ ജീവനോടെ ലഭിക്കുകയില്ല എന്നുള്ള എല്ലാ ഭാഗത്തു നിന്നുമുള്ള അറിയിപ്പും അനുഭവവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു മഹാനായ മനുഷ്യൻ വിവിധ തരത്തിലുള്ള മനുഷ്യ ജീവിതത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുന്നവനായി വന്നു. എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി എന്ന് വിചാരിക്കുക. ഇനി ഈ ദേശത്തുണ്ടാകുന്ന ഒരു കുഞ്ഞുങ്ങളും മരിച്ചു പോകുകയില്ല, എല്ലാവർക്കും ജീവൻ ലഭിക്കും എന്നൊരു പ്രഖ്യാപനം ഒരു മഹാനായ മനുഷ്യൻ നടത്തിയാൽ എല്ലാ മനുഷ്യരും ചേർന്ന് അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ നാമത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെയും നിവർത്തിക്കുന്നതിന് തയ്യാറാകുകയും ചെയ്യും. മരണം മനുഷ്യനെ കൊല്ലുന്നതായിരുന്നു. അതാ മുതലുള്ളവരൊക്കെയും മരിച്ചുപോയി. മോശയും എലിയാവും മഹാജ്ഞാനിയായ ശലോമോനും എല്ലാവരും മരിച്ചുപോയി. എന്നാൽ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തു മരിക്കുകയായിരുന്നില്ല, അവനെ കൊല്ലുകയായിരുന്നു. ക്രൂശിക്കപ്പെട്ട് മരണം വരിച്ച യേശു ക്രിസ്തുവിനെ യൗസേപ്പും നിക്കോദിമോസും കൂടെ കൊണ്ടുപോയി ഖബറടക്കി. ഖബറിങ്കൽ പൂശുവാനായിട്ട് സ്ത്രീകൾ സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് പുറപ്പെട്ടു. അപ്പോൾ അവിടെ കണ്ടതൊരു മാലാഖയാണ്. ആ മാലാഖ പറഞ്ഞു, ഒരു പുതിയ വർത്തമാനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് അവൻ്റെ സഹോദരന്മാരെ, അവൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുക എന്ന്. മരിച്ചടക്കപ്പെട്ടു, അതോട് ക്രൂശിക്കപ്പെട്ടു, അതോടുകൂടി ആ ചരിത്രം അവസാനിച്ചു എന്ന് വിചാരിച്ചിരുന്ന യഹൂദന്മാരും അവരുടെ അനുയായികൾ, സാധുക്യരും പരീശന്മാരും എല്ലാവരും ഇത് അത്ഭുതത്തോടെ കേൾക്കുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം യഹൂദന്മാരെയുള്ള ഭയം നിമിത്തം വാതിലുകൾ അടച്ചിരിക്കെ
ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു സഹീയോൻ മാളികയിൽ മുറിക്കുള്ളിൽ ശിഷ്യന്മാരുടെ മധ്യത്തിൽ നിന്നു ഞങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ആ തിരുവായി മൊഴി എന്നെയും ഞങ്ങളെയും ലോകത്തെ മുഴുവനും ആശ്വസിപ്പിക്കുന്നതാണ്. പാതാളത്തിൽ ചെന്ന് മരിച്ചവരുടെ ആത്മാക്കളെ സുവിശേഷം പ്രസംഗിച്ച് അവൻ പിതാവാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ആനയിച്ചു. നമുക്ക് ശ്രദ്ധിക്കുവാനുള്ള ഒരു വിഷയം, ഇനി മരണം ഇല്ല, മരണത്തെ യേശുക്രിസ്തു കൊന്നു. എന്നാൽ ഈ യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ വഴിയെ അംഗീകരിക്കുവാൻ തയ്യാറല്ലാത്തവരൊക്കെയും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പ് സംഭവിച്ചതുപോലെ അവരൊക്കെയും മണ്ണിലേക്ക് അലിഞ്ഞു ചേരും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിക്കുന്നവരൊക്കെയും സ്വർഗരാജ്യത്തിലേക്ക് കൂടിച്ചേരും. ഈ സദ്വർത്തമാനം നമുക്കെല്ലാവരെയും അറിയിക്കാം. ഈ വർഷത്തെ ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ വളരെ വിനയപൂർവം എല്ലാവരുടെയും മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ സഭയുടെ എല്ലാ നന്ദിയും എല്ലാവരുടെയും മുമ്പിൽ ഒരിക്കൽ കൂടെ സമർപ്പിക്കുകയും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.